ഇന്ത്യയിലെ ഒരു സാധനത്തിൻ്റെ പേരിൽ പോലും ഇനി പാകിസ്ഥാൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മൈസൂർ പാക്കിൻ്റെ പേര് മാറ്റി മൈസൂർ ശ്രീ എന്നാക്കിയതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. ശരിക്കും മൈസൂർ പാക്കിലെ പാക്കിന് പാകിസ്ഥാനുമായി യാതൊരു ബന്ധവുമില്ല. പാക്ക് എന്നാൽ കന്നഡയിൽ മധുരം എന്നാണ് അർത്ഥം. മൈസൂരിൽ ഉണ്ടാക്കിയ ഒരു മധുര പലഹാരത്തിന് അങ്ങനെയാണ് മൈസൂർ പാക്ക് എന്ന പേര് വന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പിന്നാലെയാണ് പാക്ക് വരുന്ന പലഹാരത്തിൻ്റെ പേര് മൈസൂർ ശ്രീ എന്ന് രാജസ്ഥാനിലെ ജയ്പൂരി ബേക്കറി മാറ്റിയത്. പാക്ക് എന്ന വാക്കിന് പാകിസ്ഥാനുമായി യാതൊരു ബന്ധവുമില്ലെന്നിരിക്കെയാണ് ബേക്കറി ഉടമയുടെ ഈ ഇടപെടൽ. കൂടാതെ ഇനി മുതൽ മോട്ടി പാക്ക് എന്നത് മോട്ടി ശ്രീയും ഗോണ്ട് പാക്ക് എന്നത് ഗോണ്ട് ശ്രീയും ആയിരിക്കുമെന്നും ബേക്കറി ഉടമ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലും വളരെ വിചിത്രമായൊരു സംഭവം ഏതാണ്ട് 2 കൊല്ലം മുന്നേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ പതാകയിലെ ചന്ദ്രനെ നീക്കം ചെയ്യണമെന്ന് ഹിന്ദു മഹാസഭാ നേതാവ് സ്വാമി ചക്രപാണിയാണെന്ന് ആവശ്യപ്പെട്ടത്. ചന്ദ്രനെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന വിവാദ പരാമർശത്തിന് ശേഷമാണ് ചക്രപാണി ഈ ആവശ്യം ഉന്നയിച്ചത്. ചന്ദ്രനിൽ ഹിന്ദു ധർമ്മങ്ങൾക്കാണ് അവകാശമെന്നും ചന്ദ്രദേവന്റെ ചിഹ്നം പാകിസ്ഥാൻ പതാകയിൽ നിന്നും നീക്കം ചെയ്യണമെന്ന ആവശ്യം അന്ന് ഉയർന്നിരുന്നു. ചന്ദ്രനെ നീക്കം ചെയ്യാതിരുന്നാൽ താൻ കേസ് കൊടുക്കുമെന്നും ചക്രപാണി അന്ന് ഭീഷണി ഉയർത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയിലാണ് അദ്ദേഹം തൻ്റെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവശക്തി പോയിന്റ് എന്ന് നാമകരണം ചെയ്ത ചന്ദ്രയാൻ ഇറങ്ങിയ സ്ഥലത്തെ ചന്ദ്രൻ്റെ തലസ്ഥാനമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് കത്തയക്കുമെന്നാണ് ചക്രപാണി അറിയിച്ചത്. ഹിന്ദുക്കൾ അല്ലാത്ത മറ്റ് മതക്കാർ ചന്ദ്രനിൽ എത്തുന്നതിന് മുമ്പേ ചന്ദ്രനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ചന്ദ്രനിൽ ആളുകൾ പോയി ജിഹാദ് ചെയ്യുകയും ഇസ്ലാമിനെയോ മറ്റു മതങ്ങളെയോ പ്രചരിപ്പിക്കുകയോ തീവ്രവാദം നടത്തുകയോ ചെയ്യുന്നതിന് മുൻപ് തന്നെ ചന്ദ്രനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണമെന്നാണ് ചക്രപാണിയുടെ ആവശ്യം. ഭാവിയിൽ ചന്ദ്രനിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമായാൽ ശിവശക്തി പോയിന്റിൽ തന്നെ ശിവനും പാർവതിക്കും ഗണപതിക്കും ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ പ്രമേയം പാസാക്കിയിട്ടുണ്ടെന്നും സ്വാമി ചക്രപാണി അന്ന് പറഞ്ഞിരുന്നു. ഹിന്ദുക്കൾക്ക് ചന്ദ്രനുമായി പുരാതന കാലത്ത് തന്നെ ബന്ധമുണ്ടെന്നും ഭഗവാൻ ശിവന്റെ തലയിൽ ചന്ദ്രൻ തിളങ്ങുന്നത് അതിൻ്റെ സൂചനയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ ഓഗസ്റ്റ് 23 ഇനി മുതൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുമെന്നും ചന്ദ്രയാൻ ഇറങ്ങിയ സ്ഥലത്തെ ശിവശക്തി പോയിന്റ് എന്ന് വിശേഷിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സ്വാമി ചക്രപാണി പാകിസ്ഥാനെതിരെ നീങ്ങിയത്. പാകിസ്ഥാൻ പതാകയിൽ നിന്ന് ചന്ദ്രനെ ഒഴിവാക്കിയില്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൻ്റെ എക്സ് ഹാൻഡിലിൽ ഈ 2 കത്തുകളും അദ്ദേഹം പങ്കുവച്ചിട്ടുമുണ്ട്.